വഖഫ് ഭേദഗതി നിയമം പാർലമെൻറ്റ് കടന്നു, രാജ്യസഭ കടന്നു, പാസ്സായി. പക്ഷേ ഇതിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലൊരു പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കാൻ ഈ വഖഫ് ഭേദഗതി നിയമത്തിന് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിനു മുൻപും സമാനമായിരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രതിസന്ധിയെ അതിജീവിച്ച രാജ്യമാണ് ഇന്ത്യ. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പല നിയമങ്ങളും ഉണ്ടാകുന്നത്. മുസ്ലിം ലീഗിന് അടിസ്ഥാനപരമായ രീതിയിൽ വലിയ വിജയമുണ്ടാക്കി കൊടുത്തതാണ് വഖഫ് ഭേദഗതി നിയമത്തോടനുബന്ധിച്ച് ഇന്ത്യ മുന്നണിയുടെ ഏകോപനവും ഐക്യം എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇതിൽ വളരെ കൃത്യവും വ്യക്തവുമായിരിക്കും നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടി ആദ്യഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗാണ്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലെങ്കിൽ വഖഫ് സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം EK വിഭാഗത്തിൻ്റെതാണ് വഖഫ് സ്വത്തുകളിൽ ബഹുഭൂരിപക്ഷവും ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ മുജാഹിദ് വിഭാഗത്തിൻ്റെതാണ്. ഏറെക്കുറെ ജമാഅത്തെ ഇസ്ലാമി AP സുന്നി വിഭാഗത്തിൻ്റേത് വഖഫിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട അല്ലെ വഖഫുമായിട്ട് ബന്ധപ്പെട്ട ഭൂമി ഇല്ലയെന്ന് തന്നെ പറയാം. ഉണ്ടെങ്കിൽ 1% അതിൽ ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് EK വിഭാഗം സുന്നി അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്താണ് കൂടുതൽ വരുന്നത് എന്നതിനാലും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലൊക്കെ ന്യൂനപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെക്കുറെ നിലപാട് പറയാറുള്ളത് മുസ്ലിം ലീഗാണ് എന്നതിനാലും ഇപ്പോഴത്തെ ഈ കർക്കശമായിരിക്കുന്ന ലീഗിൻ്റെ നിലപാടിനോടനുബന്ധിച്ച് മറ്റ് പാർട്ടികളും മുന്നണികളും സഖ്യകക്ഷികളും ചേർന്ന് നിന്നു എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ വിജയമായിട്ട് തന്നെ കണക്കാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വിപ്പ് നൽകിയിട്ടാണ് കോൺഗ്രസിൻ്റെ അംഗങ്ങളെ ഈ വഖഫ് ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് എതിർത്ത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടി തീരുമാനിച്ചത്. ഇന്ത്യ മുന്നണി ഈ കാര്യത്തിൽ ഏകോപനത്തിലെത്തിയെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും പല ഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴും ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചു. അതിന് ലീഗ് പറയുന്ന ചില നിലപാടുകളുണ്ട്. ആ നിലപാടിനെ ഒഴിവാക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കില്ല. അതായത് ചേർന്ന് നിൽക്കുന്ന ബന്ധപ്പെട്ട മുന്നണികൾക്ക് സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിലൊന്ന് മുത്തലാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. മുത്തലാഖ് സാരമായിട്ട് മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന വിഷയമൊന്നുമില്ല. ആ പ്രവൃത്തി ചെയ്യുന്നവരെ ബാധിക്കും എന്ന് മാത്രം. അതിൽ പിന്നെ ഇടപെടേണ്ട കാര്യമില്ല. കാരണം മുത്തലാഖ് എന്ന് പറയുന്ന സംവിധാനം നിലനിൽക്കുന്നില്ല, അതില്ലാത്തതാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് വിഷയമില്ല എന്ന തരത്തിലാണ്. കാരണം എന്ന് വെച്ചാൽ അതിലുള്ള ഭേദഗതികൾ അന്നും മുസ്ലിം ലീഗ് പറഞ്ഞതാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മുത്തലാഖിൽ പ്രതി ചേർക്കപ്പെടുന്ന വ്യക്തിയെ എന്ത് ചെയ്യണം, ജയിലടക്കണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അംശാദായം അവർക്ക് ഈ മാസാന്തമുള്ള പണം നൽകണം, ചെലവിനുള്ള പണം നൽകണം എന്ന് പറയുന്നു. ഈ രണ്ടും കൂടി യോജിക്കാൻ പറ്റില്ല. ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും മുത്തലാഖ് ചെല്ലപ്പെട്ട വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെലവ് നൽകാൻ വേണ്ടി പറ്റില്ല. ജീവനാംശമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തെറ്റായിരിക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതായിരുന്നു ലീഗിൻ്റെ നിലപാട്. ബാബരി മസ്ജിദ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും ഈ സുപ്രീം കോടതിയെ സമീപിച്ച പാർട്ടിയിലും മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. പിന്നീട് ഒരു സമന്വയത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് മറ്റുള്ള വിഭാഗത്തിന് നൽകപ്പെട്ടതെന്ന് നമുക്കറിയാം. കാശ്മീരിലെ 370-ാം വകുപ്പ് റദ്ദാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഏറെക്കുറെ ഇതേ നിലപാട് തന്നെയാണ് ലീഗിനെടുത്തത്. പിന്നീട് വിജയിച്ചു എന്ന് പറയുന്ന സമയത്തും ഏകോപനത്തോടു കൂടി എല്ലാവരും ചേർന്ന് നിന്നു എന്ന് പറയുന്നതും പൗരത്വ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ്. കേന്ദ്ര സർക്കാർ 100% പരാജയപ്പെട്ടതാണ്. പൗരത്വ ബില്ല് ലക്ഷ്യമെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിൽ രാജ്യത്തൊട്ടുക്കുമുള്ള ന്യൂനപക്ഷ വിഭാഗത്തോടൊപ്പം ഭൂരിപക്ഷ വിഭാഗവും ചേർന്നുകൊണ്ട് അതിനെതിരെ സമരം ചെയ്തു എന്നുള്ളതാണ് അതിൽ വിജയിക്കാൻ ഉണ്ടായിരിക്കുന്ന കാര്യം. സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് വഖഫ് ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട്. പാർലമെൻറ്റിൽ വിജയിക്കില്ലെന്നറിയാം, രാജ്യസഭയിലും വിജയിക്കില്ല എന്നറിയാം. രണ്ടിടത്തും ഭൂരിപക്ഷം യഥാർത്ഥത്തിൽ ഇല്ല. ഭരണകക്ഷിക്ക് ഭൂരിപക്ഷമുണ്ട് രണ്ടിടത്തും എന്ന് പാസ്സാവുകയും പിന്നീട് അതെന്ത് ചെയ്യും, അത് രാഷ്ട്രപതിക്ക് അത് നിയമമാക്കാൻ വേണ്ടി നൽകുകയും അങ്ങനെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥം നൽകിയിട്ടുണ്ട്. അവർ ഒപ്പിടുന്നതോടുകൂടി അത് നിയമമാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ അവകാശം ധ്വംസിക്കുന്ന രീതിയിലുള്ള നയങ്ങളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. അതാണ് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം. രണ്ടാമത് 14-ാം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വേണ്ടി പറയുന്നു. ആ ഭേദഗതി സർക്കാരിനത് തള്ളപ്പെടേണ്ട ഭേദഗതിയാണ് എന്നുള്ളതും തുടർന്നായിട്ടുള്ള ബില്ല് ന്യൂനപക്ഷ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, ചില കാര്യങ്ങളൊക്കെ ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം വഖഫ് ബോർഡിൽ മറ്റ് മതസ്ഥർക്ക് അംഗത്വം നൽകണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കുന്ന വ്യവസ്ഥയായിട്ട് പറയപ്പെടുന്നത്. മറ്റ് മതസ്ഥർ എന്ന് പറയുന്ന സമയത്ത് മറ്റ് മതസ്ഥരുള്ള ബോർഡുകളിൽ ന്യൂനപക്ഷങ്ങളെയോ മുസ്ലിങ്ങളെയോ പരിഗണിക്കുന്നില്ല എന്നിരിക്കെ എല്ലാ മതസ്ഥരും അവരുടേതായിരിക്കുന്ന സാമ്പത്തിക സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ആ വഖഫ് ബോർഡ് പോലെയുള്ള സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ തന്നെ ഈ നിലപാട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ. അത് അതിൻ്റെ കൂടെ തന്നെ പറയുന്നതാണ്.
പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിലവിലുള്ള ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തീരുമാനം എടുക്കാൻ വേണ്ടി ജില്ലാ കളക്ടർക്ക് അനുമതി നൽകി എന്ന് പറയുന്നത് അത് തെറ്റായിരിക്കുന്ന കാര്യമാണ്. നിലവിലുള്ള സാഹചര്യത്തിന് മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുന്ന വഖഫ് എന്ന് പറഞ്ഞാൽ അവരവരുടെ സ്വത്തുക്കൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അത് ഭരണഘടന അനുസൃതമാണ്. അത് എല്ലാ മതവിശ്വാസികൾക്കും അനുകൂലമായ രീതിയിലുള്ള നിയമങ്ങളും അതിലുണ്ട്. ആ വ്യവസ്ഥയെ ലംഘിച്ചു കൊണ്ടിട്ടുള്ള ഒരു പ്രവൃത്തി ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ്, DMK, കോൺഗ്രസ് കോടതിയിലേക്ക്, സുപ്രീം കോടതിയിലേക്ക് ന്യായവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് നീങ്ങുകയാണ്. പാർലമെൻറ്റിൽ പാസ്സാക്കി നിയമമാക്കപ്പെട്ടതിനെ യഥാർത്ഥത്തിൽ തള്ളപ്പെടുന്ന രീതിയിലുള്ള ഒരു വിധികളൊന്നും ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ വരാനുള്ള സാധ്യതകൾ കുറവാണ് എന്നും അഭിപ്രായം വന്നിട്ടുണ്ട്. എങ്കിലും ഇതിനെ വിചാരണ ചെയ്യാനും ഇതൊരു തെറ്റായിരിക്കുന്ന കീഴ്വഴക്കമാണ് എന്നുള്ളതും മനസ്സിലാക്കി കൊടുക്കാൻ യഥാർത്ഥത്തിന് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഈ ഉചിതമായിരിക്കുന്ന രൂപമായിട്ട് കണക്കാക്കുന്നത്. അതിനിപ്പോൾ എല്ലാ പാർട്ടിക്കാരും സംയുക്തമായ രീതിയിൽ ഇന്ത്യ മുന്നണി സുപ്രീം കോടതിയിലേക്ക് പോവുക എന്നുള്ളൊരു നയം ഇവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതും, ഓരോരോ പാർട്ടികൾ ഒരു കൂട്ടം ഹർജി സമർപ്പിക്കുക എന്നുള്ളതാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ വ്യക്തിപരമായ രീതിയിലും സംഘടനാപരമായ രീതിയിലും ഇത്തരം കാര്യത്തിന് വളരെ കൃത്യമായ രീതിയിൽ നൽകപ്പെടുക, എന്നിട്ടൊരു കൂട്ടം ഹർജി അവിടെ എത്തിയതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള വിചാരണയും ചർച്ചയും വരിക എന്നുള്ളതാണ് പാർട്ടികൾ ഉദ്ദേശിക്കുന്നത്. അതിന് പരമാവധി സംഘടനകൾ ഈ കാര്യത്തിന് താല്പര്യം കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരും. അത് രാഷ്ട്രീയ പാർട്ടി, മതസംഘടനകൾ, സാംസ്കാരിക നിലയങ്ങൾ, വ്യക്തിപരമായ രീതിയിലൊക്കെ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഈ സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റും. ആ കാര്യത്തിലേക്ക് നീങ്ങുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാകുന്ന കാര്യമാണ്. പാർലമെൻറ്റും രാജ്യസഭയും കടന്ന് ഈ രാഷ്ട്രപതി നിയമമാക്കിയിരിക്കുന്ന ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് അതേ രാജ്യത്തുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൽ വിശ്വാസമില്ല എന്ന് രാജ്യത്തിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിൽ ഒരു സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി ഇത് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടി JDU, ബീഹാറിലെ JDU എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ കൂട്ടരാജികൾ നടന്നിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അതായത് പ്രാദേശികപരമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള വിഷയങ്ങളും നേതാക്കന്മാർ രാജിവെക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നു. ഇത് സാരമായിട്ട് ബാധിക്കുന്ന രീതിയിൽ, അത് ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളെ തന്നെ സാരമായിട്ട് ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ വിഷയം എന്ത് ചെയ്യുന്നു, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കാത്തോലിക്ക സഭ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ നിയമ ഭേദഗതി ഇല്ലാത്ത രീതിയിൽ ഇത് പാസ്സാക്കുക, BJP കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതി അങ്ങനെ തന്നെ പാസ്സാക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന നടപടി എടുക്കണം എന്നതൊക്കെ ഈ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗങ്ങൾ പറഞ്ഞാണ്. അതിനൊക്കെ വിരുദ്ധമായ രീതിയിൽ കേരള കോൺഗ്രസിലെ മാണി ഗ്രൂപ്പ് പോലും നിലപാടെടുത്തു എന്നുള്ളതാണ്. കാരണം ന്യൂനപക്ഷത്തെ അത് സാരമായിട്ട് ബാധിക്കുമെന്നുള്ളത് അത് ഈ കൃത്യമായ രീതിയിൽ പറയുന്ന സമയത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സാരമായിട്ട് ബാധിക്കുന്നതിലേക്ക് യഥാർത്ഥത്തിൽ വഖഫ് നിയമ വ്യവസ്ഥ വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളിടത്താണ് ഇന്ത്യ മുന്നണി എത്തിയിരിക്കുന്നത്. അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയപരമായിരിക്കും നീക്കുപോക്കുകളൊക്കെ നടത്തിയ മുസ്ലിം ലീഗാണ്. അവരത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മാത്രം ചെയ്യപ്പെട്ടതല്ല, മതേതരത്വപരമായിട്ട് ചിന്തിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥ വിശ്വസിക്കപ്പെടുന്ന എല്ലാ വ്യക്തികളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് പൗരത്വം എന്ന് പറയുന്നത്. താൽക്കാലികപരമായ രീതിയിൽ ന്യൂനപക്ഷമാവും. ഈ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം മാത്രമല്ല, ക്രിസ്ത്യൻ മൈനോറിറ്റി വരും, പിന്നീട് കമ്മ്യൂണിസ്റ്റ് മൈനോറിറ്റി വരും. അങ്ങനെ രീതിയിൽ പരമാവധി രാജ്യത്തിലെ വളരെ പഴക്കമുള്ള ഈ വിഭാഗത്തെ സാരമായിട്ട് ബാധിക്കുന്നിടത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആളുകൾ രംഗത്തിറങ്ങുകയും പൗരത്വ നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇല്ലാതാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തങ്ങൾക്ക് പരാജയപ്പെട്ടു എന്ന് സർക്കാർ സമ്മതിക്കുന്നിടത്തെ കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഇപ്പോൾ ലീഗിൻ്റെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ നിർണായകമാണ് UDF സംവിധാനത്തിൽ ലീഗിൻ്റെ സ്വാധീനം എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. KCBCയുടെ നിലപാടിനൊക്കെ പുച്ഛിച്ച് തള്ളുന്ന പോലെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന സമയത്ത് കോൺഗ്രസ് MP മാരെ കൂടുതൽ എണ്ണുന്ന സമയത്ത് നല്ലൊരു വിഭാഗം ക്രിസ്ത്യൻ മൈനോറിറ്റി ഉള്ളവരാണ് എന്നുള്ള അറിയാം. പക്ഷേ ഇത് വഖഫ് എന്ന് പറയുന്നത് അത് മുസ്ലിമിനെ മാത്രം ബാധിക്കുന്നില്ല, അടുത്തത് ക്രിസ്ത്യാനെ ബാധിക്കും. രാജ്യത്തിൻ്റെ അകത്തുള്ള വില കൂടിയിരിക്കുന്ന നല്ല ഒരു വിഭാഗം ഭൂപ്രദേശങ്ങളും ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് അവർ മാറിയിട്ടുണ്ട്. കേരളത്തിലൊക്കെ പരമാവധി തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ പോലെയുള്ള മർമ്മപ്രധാനമായിരിക്കുന്ന നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഭൂമിയിലൊക്കെ ക്രിസ്ത്യൻ ചർച്ചുകളും അവരുടെ സ്ഥാപനങ്ങളും കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് അങ്ങനെ തന്നെ പകർത്തി വാങ്ങിയതാണ്.
സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മരണപ്പെട്ടവരിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ കുറവാണ്, മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അവർ പരമാവധി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അവിടേക്ക് എത്തുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ KCBC എന്ന് പറയുന്ന ഈ ക്രിസ്ത്യൻ സംഘടനയ്ക്ക് അറിയില്ല, അല്ലെങ്കിൽ അറിവില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നീട് ഇതിൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് 1860 സൊസൈറ്റി ആക്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിനോടനുബന്ധിച്ചാണ് ഈ വഖഫ് ബോർഡും നിയമം വരുന്നത്. 1995 വഖഫ് പുതിയൊരു നിയമ ഭേദഗതി ഉണ്ടാക്കി. ആ നിയമ ഭേദഗതിയും തിരുത്തണം എന്നാണ് ഇപ്പോൾ പറയപ്പെട്ടതിൻ്റെ കാര്യം. 2024 വഖഫ് അമെൻഡ്മെൻറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ മുനമ്പമാണ് ഈ KCBC പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഒരു നിയമം നിലനിൽക്കുന്നത് കൊണ്ടും ഈ നിയമം പാസ്സാകുന്നത് കൊണ്ടും യഥാർത്ഥത്തിൽ മുനമ്പവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതും, ഈ നിയമം പാസ്സായി എന്നാൽ തന്നെ അവിടെ മുനമ്പത്തിൽ താമസിക്കുന്നവർക്ക് ആ ഭൂമി പതിച്ചു കൊടുക്കുമെന്ന് ഇതിൽ വ്യവസ്ഥയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. വഖഫ് സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടപ്രകാരം ദൈവപ്രീതിക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ്. അത് മുൻപാല കാലത്ത് നമ്മൾ രജിസ്ട്രേഷൻ ആക്ട് നിയമങ്ങളൊക്കെ ഉണ്ടായത് ബ്രിട്ടീഷുകാരുടെ കാലം കഴിഞ്ഞ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഔദ്യോഗികപരമായിരിക്കുന്ന രജിസ്ട്രേഷൻ സംവിധാനം തന്നെ നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചത്. പിന്നെ ഇതിനോടനുബന്ധിച്ച് പറയുന്നത് ഭൂപ്രദേശം അന്നേ വലിയ രീതിയിലുള്ള ഭൂപ്രദേശം വെക്കപ്പെട്ട വ്യവസായികളുടെയും സമ്പന്നരുടെയും കൈവശത്തിൽ ഇപ്പോഴും ഏക്കറക്കണക്കിന് ഭൂമി ആധാരമില്ലാത്തതായിട്ടും ഈ രേഖകളില്ലാത്തതായിട്ടും നിലനിൽക്കുന്നുണ്ട്. മൊത്തത്തിലൊരു സർവേ ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ആ കാലത്ത് തന്നെ കൈവശം വെച്ച ഭൂമികൾ ഇങ്ങനെ ദൈവപ്രീതിക്ക് വേണ്ടി നൽകപ്പെടുന്ന ഒരു പ്രവർത്തനങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് രേഖയില്ലാത്ത ഭൂപ്രദേശം സർക്കാർ പിടിച്ചെടുത്ത് സർക്കാരിൻ്റെതാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവരിക എന്ന് പറയുന്നത് മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ ഭരണഘടന വിശ്വാസികൾക്ക് നൽകുന്ന അംഗീകാരത്തെ റദ്ദ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് അംഗീകാരം തങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് തത്തുല്യമായിരിക്കുന്ന രീതിയാണ്. ഏതായിരുന്നാലും ഇവിടുത്തെ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് പ്രധാനമായിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന വലിയ വിജയം മുന്നേറ്റവുമായിട്ട് ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം, അതിൻ്റെ ചർച്ചയും പാർലമെൻറ്റും രാജ്യസഭയും കടന്ന് യഥാർത്ഥ രാഷ്ട്രപതിയുടെ മുൻപാകെ എത്തിയിരിക്കുന്ന ഈ ബില്ലിനെ കാണുന്നത് ഇങ്ങനെയാണ്. വലിയ വിജയവും വലിയ മുന്നേറ്റവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും രാജ്യത്തുടനീളം ഒരു ഐക്യ സംവിധാനം ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായി സൃഷ്ടിക്കുന്ന കാര്യത്തിലും മുസ്ലിം ലീഗിനോടൊപ്പം കോൺഗ്രസും വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.